ഐഫോൺ ഉപയോഗിക്കുന്ന ഈ 4 സെറ്റിംഗ്സ് ഓൺ ആക്കരുത്. നിങ്ങളുടെ ബാറ്ററി അടിച്ചു പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാരനെ പെട്ടെന്ന് ടാഗ് ചെയ്തു. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സെറ്റിംഗ്സ്, നിങ്ങൾ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അനാലിറ്റിക്സ് ഒന്ന് സെർച്ച് ചെയ്യുക. അവിടെ ഷെയർ ഐഫോൺ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡേറ്റയും ഷെയർ ആവത്തില്ല. രണ്ടാമത്തെ ഓപ്ഷൻ, സെറ്റിംഗ്സിൽ നിങ്ങൾ വൈറ്റ് പോയിന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, റെഡ്യൂസ് വൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ വൈറ്റ് പോയിന്റ് റെഡ്യൂസ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് മാക്സിമം റെഡ്യൂസ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രൈറ്റ്നസ് ചെറുതായിട്ട് കുറയുന്ന കാണാൻ പറ്റും. മാക്സിമം വൈറ്റ് പോയിന്റ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡെയിലി നിങ്ങൾക്ക് കോമ്പാറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. മൂന്നാമത്തെ സെറ്റിംഗ്സ് പറയുന്നത് തന്നെ പേജ് ആദ്യമായിട്ട് കാണുന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലത്തെ അടിപൊളി കണ്ടൻകാച്ചി കണ്ടൻസ് നിങ്ങൾക്ക് ഡെയിലി കണ്ടുകൊണ്ടിരിക്കാം. മൂന്നാമതായിട്ട് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ ആവശ്യമില്ലാത്ത നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ ഡിസേബിൾ ചെയ്തിരിക്കുക. ഇത് ഡിസേബിൾ ചെയ്യുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ ആപ്പ് പ്രവർത്തിച്ച് നമ്മുടെ ബാറ്ററി പോകത്തില്ല. അടുത്തായിട്ട് ബാറ്ററി എടുത്തതിന് ശേഷം ചാർജിംഗ് ഒപ്റ്റിമൈസേഷൻ കണ്ടല്ലോ. അവിടെ നിങ്ങൾ ഒപ്റ്റിമൈസ് ചാർജിംഗ് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ചാർജിംഗ് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാൻ പറ്റും. ഇപ്പോൾ പെട്ടെന്ന് പോയി ഐഫോണിലൊക്കെ സെറ്റ് ചെയ്തിട്ടോ നമുക്ക് മറ്റൊരു